പിന്നെ ക്ഷുദ്രജീവികൾ എന്ന് നമ്മൾ സാധാരണ പറയുന്നില്ലേ, അതിനെന്ത് ചെയ്യണം? അതിനെല്ലാം വെടിവെച്ച് കൊല്ലണം. നമുക്കെല്ലാം തന്നെ എന്ത് സ്നേഹമുണ്ട്? ജീവികളോടുള്ള സ്നേഹമുണ്ട്, ഏത് ജീവിയായാലും. പക്ഷെ അതിൻ്റെ പേരിൽ കൃഷി നശിപ്പിക്കുന്ന, മനുഷ്യനെ തന്നെ കൊല്ലുന്ന ഈ ക്ഷുദ്രജീവികളെ സംരക്ഷിച്ച് നിർത്തണമെന്ന് പറയുന്നവർ അങ്ങോട്ട് വരെയാറേയില്ല, അവരങ്ങോട്ട് കാണാറേയില്ല. അവരൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലല്ല, പട്ടണ പ്രദേശങ്ങളിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവി സംരക്ഷകരാണ്, അല്ലെങ്കിൽ കാട് സംരക്ഷിക്കുന്നവരാണെന്നാണ് അവർ പറയാം. പക്ഷെ അവർ കണ്ടിട്ടില്ല, അവർ വന്യജീവികളെയും കണ്ടിട്ടില്ല. അവർ ഈ പറയുന്ന പരിസ്ഥിതിയെ പറ്റിയൊന്നും മനസ്സിലാക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പരിസ്ഥിതിവാദികളെ ഒന്നും തള്ളി പറയുന്നില്ല, അവരുടെ വാദം ശരി. പക്ഷെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അപ്പുറത്ത് വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് മാത്രം വെച്ചാൽ അത് പരിഹരിക്കാൻ ഇന്നത്തെ പരിസ്ഥിതി സാധിക്കില്ല. അപ്പൊ നമുക്കെല്ലാം കൂടി ചേർന്നൊരു പാക്കേജ് വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നതിന് ഇപ്പം പന്നി, കാട്ടുപന്നി, ഏറ്റവും അവസാനമാണ് കാട്ടുപന്നിയെ കൊല്ലാൻ ഏതാണ്ട് തീരുമാനിച്ചു. പക്ഷെ കൊല്ലണമെങ്കിൽ എന്തെല്ലാം പ്രയാസം. കൊല്ലാൻ തീരുമാനിച്ചതുപോലെ കൊല്ലാൻ പുറപ്പെട്ടവർ ഒരൊറ്റ പന്നിയും ചാവൂല. കാരണം കൊല്ലാൻ നമുക്ക് സൗകര്യം കിട്ടൂല. അത് ഗർഭമുണ്ടോ പ്രസവിക്കുന്നതാണോ എന്നൊക്കെ നോക്കണം. എവിടെ നോക്കിയില്ല വെടിവെക്കാൻ നോക്കാം. ഇമാതിരിയുള്ള നിബന്ധനകൾ വെച്ചാൽ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? ഏതിനെങ്കിലും കൊല്ലാൻ പറ്റുമോ? അപ്പോ എല്ലാ ജീവസ്നേഹവും വെച്ചുകൊണ്ട് തന്നെ പറയാണ്, മനുഷ്യനെ കൊല്ലാൻ നടക്കുന്ന ക്ഷുദ്രജീവികളെ കൊല്ലാൻ സാധിക്കണം. അവിടെ തന്നെ ഒരു അനുഭവം ഉണ്ടായില്ല നിങ്ങൾക്ക് ഇല്ലേ? അവിടെ എല്ലാവരും കൂടി ചേർന്ന് DFന്റെ മുമ്പിലേക്ക് പോയി മാർച്ച് ചെയ്ത് ശക്തിയായ രീതിയിലുള്ള സമരം നടത്തിയപ്പോൾ അവസാനം കൊല്ലാൻ ഓർഡർ ഉണ്ടാക്കി. പക്ഷെ ഓർഡർ ഇട്ട് അപ്പൊ തന്നെ കൊല്ലാൻ പറ്റുമോ? എന്തെല്ലാം കടമ്പകളാണ്. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ഇതിന് പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഓരോ പട്ടികയിലും പെട്ട വിഭാഗം ഏതാണ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരെ കൊല്ലാം, അത് ഏതൊക്കെയാണ് ക്ഷുദ്രജീവികൾ എന്ന രീതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഈ വർധനവിനെ ഫലപ്രദമായിട്ട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കാം. ചിലതിനെ കൊല്ലാം, അതുപോലെ തന്നെ ചിലതിനെ നല്ല രീതിയിൽ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഒരു വയനാട് പാക്കേജ് നടപ്പിലാക്കാൻ നമുക്കാവണം. വളരെ ശക്തമായ രീതിയിൽ ജനകീയമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് വയനാടിന്റെയും പൊതുവെ കേരളത്തിന്റെയും ഈ വന്യജീവി ശല്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യാൻ മുന്നോട്ടേക്ക് വന്ന വയനാട് LDF ജില്ലാ കമ്മിറ്റിയെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമല്ല, വളരെ സങ്കീർണമായിട്ട് വയനാട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. മറ്റു പല ജില്ലകളുടെയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ നിരന്തരമായ ഇടപെടലോടുകൂടി, കേരള ഗവൺമെന്റിന്റെ ഫലപ്രദമായ സമ്മർദ്ദത്തോടുകൂടി ജനജീവിതത്തെ ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ, കൃഷിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ, ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇന്നത്തെ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.